ഒരു നടൻ എന്നുള്ള നിലയിൽ എന്താണ് അച്ഛനിൽ നിന്ന് പഠിച്ചത്? വ്യക്തിയിലേക്കല്ല ഞാൻ ചോദിക്കുന്നത്, നടനെന്ന് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ബി പങ്ക്ച്വൽ, പിന്നെ ഡയറക്ടറിനെ കയറി ക്വസ്റ്റ്യൻ ചെയ്യരുത്, സജസ്റ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനെ തനിച്ചൊരു സൈഡിൽ കൊണ്ടുവന്നിട്ട് സജസ്റ്റ് ചെയ്ത് നോക്ക്, നോ എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് വാ, യു ഗോ ആയിട്ട് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ശരി, എനിക്ക് പൈസ തരണുണ്ടല്ലോ അവനിക്ക്, നീ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോ. സംവിധായകൻ പറയുന്നത് ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അതിനപ്പുറം കാല് വയ്ക്കുക. ഇന്നിപ്പോൾ ആ കാലത്തുനിന്ന് മാറി നടന്മാരുടെ കയ്യിലേക്കായി. ഇപ്പോൾ അവരാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴത്തെ നടന്മാരായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പോയിരുന്ന് ആംഗിൾ പറഞ്ഞു കൊടുക്കണോ, ഇങ്ങനെ ഞാൻ വരും, അങ്ങനെ വയ്ക്കണം, ക്യാമറ ഇവിടെ വയ്ക്കണം, അതിന് വഴങ്ങുന്ന ഡയറക്ടർമാരുമായി ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ഇവരെ ഡേറ്റ്സ് വേണം. അതെ അതെ അതെ, എന്തിനും റെഡിയെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നസീർ സാർ സൃഷ്ടിച്ച ഒരു മാതൃക, അത് എന്നും എക്കാലവും സിനിമയ്ക്ക് അതാണ് ഏറ്റവും നല്ല മോഡൽ. യെസ്, പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് കാലം മാറി അല്ലേ? കാലവും മാറി, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡും മാറി. ഇപ്പോഴത്തെ കുട്ടികളാണ്, അപ്പം അവർക്ക് അങ്ങനെ ആരെങ്കിലും ബോസ് ചെയ്യണമെന്ന് ഇഷ്ടമല്ല. അതെ, അവരുടെ സജഷൻ കൂടെ കേൾക്കണം. ഇപ്പം നസീർ സാറ് വർക്ക് ചെയ്ത അതേ ഡയറക്ടർമാർ തന്നെ അവരുടെ പടങ്ങളിലാണ് ഷാനവാസ് കൂടുതലും ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരു സെലക്ട് ചെയ്യുമ്പോൾ അത് അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് തുടങ്ങി. അദ്ദേഹത്തിനെ കുറിച്ച് എടുത്ത പടങ്ങളുടെ ഡയറക്ടേഴ്സാണ് എൻ്റെ അടുത്തും വരുന്നത്. അപ്പോൾ എനിക്കറിയാം ഇത് പോരാത്ത ഡയറക്ടറാണ്, പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ നോ പറഞ്ഞാൽ ഒന്നും പറയും, വാപ്പ അതൊന്നും ചെയ്തിട്ടില്ലേ, ഭയങ്കര അതുകൊണ്ട് വേണ്ട, ഞാൻ എസ് പറഞ്ഞുകൊണ്ട് ഞാനും പോയി ചെയ്യും. പൊട്ടയും ചെയ്യുമെന്ന് എനിക്കറിയാം, പൊട്ടയും ചെയ്യും. വരുന്ന റോളുകളെല്ലാം സ്വീകരിച്ചു, നമ്മളും സ്വീകരിച്ചു. എന്നുവെച്ചാൽ പുള്ളി അങ്ങനെ ആരെയും വെറുപ്പിക്കാൻ പോയില്ല. അപ്പം ഞാൻ എന്തിനു വെറുപ്പിക്കണം, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പോയി പിന്നെ അവർ മുഴുക്കാങ്ങ് പോയി ഫീൽഡിൽ നിന്ന്. ആ കൂട്ടത്തിൽ ഞാനും പയ്യാങ്ങ് പോയി. പിന്നെ ഞാൻ ഇടയിൽ അങ്ങ് ദുബായിലങ്ങ് പോയി. പിന്നെ ആരുടെ അവസരമൊന്നും ചോദിക്കാൻ പോയില്ല? ഇല്ല, എനിക്ക് ആ സ്വഭാവമേ ഇല്ല. കൊച്ചുനാളിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഒരിക്കൽ ചോദിക്കും. അത് ഫാദറിൻ്റെ അടുത്തായാലും ആർത്തായാലും കെഞ്ചി ചോദിക്കില്ല. ഒരിക്കൽ ചോദിച്ചു നോക്കും, കിട്ടിയാൽ കിട്ടി. ഫാദറിൻ്റെ അടുത്ത് മദറിൻ്റെ അടുത്ത് വെച്ചാൽ അപ്പം കിട്ടുമെന്ന് എനിക്കറിയാം, അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് തന്നെ ഞാൻ സിനിമ ഫീൽഡും ചെയ്തത്. അച്ഛൻ്റെ പേരിന് മോശം ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ മെയിൻ തിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചീത്താവരുത് എന്നുവെച്ചാൽ ഞാൻ ഒരിക്കൽ ഇതുപോലെ ഒരു ഗെറ്റ് ടുഗെദറിൽ 5-6 സിനിമാക്കാരൻ സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഓരോ വേറെ എന്നെക്കുറിച്ചല്ല, വേറെ നടന്മാരെ കുറിച്ച്, ഈ നടൻ്റെ മക്കളെ കുറിച്ച് അവന്മാർ വന്ന് ചോദിക്കണേ, ഈ നോ പറയാനും വയ്യ, എസ് പറയാനും വയ്യ, ഇവനൊന്ന് അറിഞ്ഞൂടെ, ഇവനെല്ലാം കൊണ്ട് പറ്റൂല എന്ന്, പിന്നെ എന്തിനീ കിടന്ന് ഞങ്ങൾ പുറക്കാൻ നടക്കണം. അങ്ങനെ ഒരു സാഹചര്യം അത് കേട്ടപ്പം അതോടെ ഞാൻ വെച്ചിട്ട് ഒരിക്കലും ചോദിക്കരുത്. ഇല്ല, എൻ്റെ എത്ര ക്ലോസ് ഫ്രണ്ടായ ഞാൻ ഒരിക്കൽ ഒന്ന് ഹിൻറ്റ് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. എടാ അടുത്ത പടം എന്തെങ്കിലും നല്ല ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട, നീ ഇതിനു വേണ്ടി ശ്രമിക്കല്ലേ എന്ന് പറയും.